അമ്മ നിയർലി ഒരു 20 years ആയിട്ടാണ് അമ്മ മുട്ടുവേദന പറയാറുണ്ട്. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനായിരുന്നു. ചിലപ്പോൾ രാത്രിയൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ടൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് പേടിയായിരുന്നു സർജറി ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുട്ടിന് നല്ല വളവുണ്ട്, നമുക്ക് എക്സ്റേയിൽ കാണാം. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ വാക്കർ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ നടന്നു പോയി പിന്നെ വാക്കർ എടുക്കും. പേഷ്യൻ്റ് വളരെ ഹാപ്പിയാണ്. അപ്പോൾ നേരത്തെ ചെയ്യണമായിരുന്നാണ് പേഷ്യൻ്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ പേര് നിഷ എന്നാണ്. ഇത് എൻ്റെ അമ്മയാണ്, ലളിത എന്നാണ് പേര്. ഞങ്ങൾ പുതുക്കാട് അടുത്താണ് ഞങ്ങളുടെ വീട്. അമ്മ നിയർലി ഒരു 20 years ആയിട്ടാണ് അമ്മ മുട്ടുവേദന പറയാറുണ്ട്. അത് അമ്മ ചെറിയ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ചില അലോപ്പതി ട്രീറ്റ്മെൻറ്റുകളും മെഡിസിൻസൊക്കെ ആയിട്ട് സർജറി ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അമ്മ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് പേടിയായിരുന്നു സർജറി ചെയ്യാനായിട്ട്. അതിൻ്റെ ചിലരുടെയൊക്കെ വേദനയും അങ്ങനത്തെ എക്സ്പീരിയൻസൊക്കെ കേൾക്കണതുകൊണ്ട് അമ്മയ്ക്കത് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ പുറത്തായിരുന്നു ഇത്രയും നാൾ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത്. പിന്നെ അമ്മ ശരിക്കും അമ്മയുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് എന്നാൽ ഇനി സർജറി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അമ്മ സർജറി ചെയ്ത ഒരു 10-15 പേരെങ്കിലും പോയി കണ്ടിട്ടുണ്ട് പലയിടത്തായിട്ട്. പല ഹോസ്പിറ്റലിലും ഒരുപാട് ഡോക്ടേഴ്സിനെ അമ്മ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചേട്ടൻ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വന്ന് സർജറി ചെയ്ത് അവരുടെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആയത് സർജറി ചെയ്യാനായിട്ട്. അമ്മ ഇവിടെ വന്നിട്ട് ഡോക്ടർ അജയ് കുമാറിൻ്റെ അടുത്തായിരുന്നു കൺസൾട്ട് ചെയ്തത്. കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു അമ്മ സർജറി ചെയ്തത്. നാളേക്കൊരു മാസം ആവുന്നതേ ഉള്ളൂ. വളരെ വിസിബിളായിട്ടുള്ള ചേഞ്ച് തന്നെയുണ്ട് ഇപ്പം അമ്മയ്ക്ക്. അമ്മയ്ക്ക് ശരിക്കും അമ്മയുടെ മുട്ട് വളഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുട്ടിൻ്റെ ഒരു വളവ്. ഇപ്പം വളവെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേദനയും ഇപ്പോൾ ആസ് ഓഫ് നൗ അമ്മയ്ക്ക് വേദനയില്ല. ഇപ്പം അമ്മ പറയണ മുമ്പ് തന്നെ സർജറി ചെയ്യായിരുന്നു, ഇത്രയധികം നാളൊന്നും വേദന എടുത്ത് നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് എന്താ തോന്നുന്നു? ഞാനിപ്പോൾ സർജറി ചെയ്തപ്പോൾ ഇത് ചെയ്യാൻ ഉള്ള പേടി കൊണ്ട് ചെയ്യാതിരുന്നത്. ഇത്രയും നാൾ ഞാൻ ഈ വേദന സഹിച്ചു. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനായിരുന്നു. ചിലപ്പോൾ രാത്രിയൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റാണ്ടൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് സർജറി ചെയ്യാനുള്ള കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാളെ സർജറി ചെയ്ത ഒരാളെ ഞാൻ കണ്ടു. അയാൾ നല്ലതാണ്, നമ്മൾ എന്തിനീ വേദന സഹിക്കണമെന്ന് അങ്ങേര് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ഈ ഡോക്ടറെ കണ്ടേ അങ്ങേരെന്ന് പറഞ്ഞു വന്ന് കണ്ടു. പല ഹോസ്പിറ്റലിൽ ഞാൻ പോയി, പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ അത്ര ഫെസിലിറ്റി ഇല്ല അങ്ങനെയൊക്കെ തോന്നി. ഇതിപ്പോൾ എന്തെങ്കിലും വേറെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് കൊണ്ടുള്ളൂ. ഡോക്ടർ ചെയ്ത 1-2 പേഷ്യൻസിനെ ഞാൻ കണ്ടു. അവർ തന്ന വിശ്വാസം കൂടി എനിക്കിത് ചെയ്യാൻ ധൈര്യം തന്നു. ചെയ്തത് വളരെ നന്നായി. ഇപ്പോൾ നാളേക്ക് ഒരു മാസമാവുള്ളൂ. എനിക്കിപ്പോൾ 1 ദിവസം 2 ദിവസം എനിക്ക് ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് തന്നെ വാക്കറിൽ ഞാൻ ബാത്റൂമിൽ പോവും. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ വാക്കർ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ നടന്നു പോയി പിന്നെ വാക്കർ എടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലതാണ്, നമ്മളിങ്ങനെ വേദന സഹിക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ. നമസ്തേ, ഞാൻ ഡോക്ടർ അജയ് കുമാർ, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജറി, അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ. ലളിത എന്ന് പറഞ്ഞ പേഷ്യൻ്റ്, ലളിത 20 വർഷമായി മുട്ടുവേദന സഹിച്ച് ഓപ്പറേഷൻ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈനംദിന ജീവിതത്തിന് പോലും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തേക്കാൻ തീരുമാനമെടുത്തത്. അങ്ങനെ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുട്ടിന് നല്ല വളവുണ്ട്, നമുക്ക് എക്സ്റേയിൽ കാണാം. അപ്പോൾ ഇത്രയും അലൈൻമെൻറ്റൊക്കെ മാറി ഇങ്ങോട്ട് വാരസായിട്ട് വളഞ്ഞ് ഈ ഭാഗമൊക്കെ തേഞ്ഞു പോയി, ഇവിടെ ഓപ്പൺ ചെയ്തു പോയി. അപ്പം വളരെ ബുദ്ധിമുട്ടിയാണ് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായി വീൽ ചെയറിലാണ് വന്നത്. അപ്പോൾ അത് ഓപ്പറേഷൻ തന്നെ നമുക്ക് ഒരു ചെയ്തേക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തി. ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ തന്നെ ചികിത്സിച്ചിരുന്ന വേറെ പേഷ്യൻസിനെ അമ്മ കണ്ടിരുന്നത് കൊണ്ട് ഇത് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് സമ്മതിച്ചു. അങ്ങനെ നമ്മളത് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്നുള്ള സർജറി അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ചെയ്തു. അതായത് ഇത് മുട്ടിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഈ മുട്ടിൻ്റെ മോഡലിൽ ഈ ഫീമർ എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ തേഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്നതിനാണ് ഈ വാരസ് ഡിഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളഞ്ഞു പോയത് നമ്മൾ ഇതുപോലെ ഒരു ബോൺ ഈ ഭാഗത്ത് ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് അലൈൻമെൻറ്റൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേറെ ജോയിൻ്റ് ഭാഗം വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ഈ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സർജറി എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെ 2 പാർട്ടുണ്ട്, ഒന്ന് ഫീമറൽ കമ്പോണൻ്റ് ഉണ്ട്, ഒന്ന് ടിബിയൽ കമ്പോണൻ്റ്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമ്മളതങ്ങനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ആ മുട്ടിൻ്റെ ആ വളവൊക്കെ മാറി അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ആവും. അതുകൂടാതെ തന്നെ മൂവ്മെൻറ്റ് വളരെ സ്മൂത്ത് ആവും, പെയിനൊക്കെ മാറും. അതാണ് നമ്മൾ ഈ പേഷ്യൻറ്റിന് ചെയ്തത്, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള എക്സ്റേ നമുക്ക് കാണാം. ഇതായിരുന്നു അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ്, നേരെ ആയിട്ടുണ്ട്. ഈ വളഞ്ഞതൊക്കെ മാറിയിട്ട് നേരെ ആയിട്ടുണ്ട്. അപ്പോൾ നേരെയാക്കിയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ അടുത്ത ദിവസം തന്നെ നടത്തി തുടങ്ങി. അപ്പോൾ വളരെ നല്ല റിക്കവറി പേഷ്യൻ്റ് അപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ മിക്കവാറും കാര്യങ്ങളൊക്കെ തന്നെ സപ്പോർട്ടില്ലാതെ തന്നെ നടക്കാനുള്ള ലെവലിലേക്ക് എത്തി. മുട്ടിൻ്റെ റേഞ്ചൊക്കെ നല്ല ഇതാണ്. പേഷ്യൻ്റ് വളരെ ഹാപ്പിയാണ്. അപ്പോൾ നേരത്തെ ചെയ്യണമായിരുന്നാണ് പേഷ്യൻ്റ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനെ പലരും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അധികം പേടിക്കണ്ട. ഇങ്ങനെയുള്ള ഡിഫോമിറ്റി വന്നാൽ പോലും നമുക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. സർജറി ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് വളരെ നല്ല റിസൾട്ട് കൊടുക്കുന്ന ഒരു സർജറിയാണ്. അപ്പം പേഷ്യൻറ്റിനും നല്ലൊരു റിക്കവറി ഫേസ്. ഇനിയിപ്പോൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യണമെന്നുള്ള, ദുബായിലൊക്കെ പോകണമെന്ന് എൻ്റെ ചോദിച്ചു. ഞാൻ പറയും ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്.